ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ എക്സ്റ്റു എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായി ഒരു 4 മുട്ട പുഴുങ്ങിയെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും ഒരു 2 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നവരെ വഴറ്റാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. രണ്ട് പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് വഴറ്റിയ ശേഷം കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ചേർക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നവരെ ഇത് വേവിക്കാം. പ്രഷറൊക്കെ പോയതിനു ശേഷം കുക്കർ തുറക്കുക. ഇതിലേക്കൊരു 3/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ചൂടാക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂട്ടി ചേർക്കുക. ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കുക്കർ ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി എക്സ്റ്റു ഇവിടെ റെഡിയാണ്. നെക്സ്റ്റ് ടൈം വീട്ടിൽ അപ്പം പൂരി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ എക്സ്റ്റു ഒന്ന് ട്രൈ ആക്കി നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.